ഓക്കെ, ശതമാനം. എന്താണ് ഈ ശതമാനം എന്ന് പറയുന്ന ഈ ഒരു പദം കൊണ്ട്, അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്ന ആശയം എന്താണ്? ഇപ്പൊ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ശതമാനം എന്നുള്ളത്. ഓക്കെ, പെർസെന്റേജ് എന്ന് പറയും, അല്ലെങ്കിൽ ശതമാനം. അതായത് ഒരു അളവിന്, പ്രധാനമായിട്ട് ശതമാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു അളവിനെയും 100ൽ എത്ര എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത് ശതമാനം എന്ന് പറയുന്നത്. ഓക്കെ, ശതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശതമാനത്തില് ശതം എന്ന് പറയുന്ന ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ 100 എന്നാണ്. ഇപ്പൊ ശതമാനം എന്ന് പറയുമ്പോൾ എന്താണ്? ശതം എന്ന് പറയുന്നത് 100ഉം, മാനം പൊതുവെ ഉപയോഗിക്കുന്നതാണ് മാനം എന്ന് പറയുന്ന പദം. മാനം എന്ന് പറയുന്ന പദം അളവ് എന്നാണ്. ഓക്കെ, അപ്പൊ ഒരു അളവിനെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ എന്ത് ചെയ്യുന്നു 100ൽ എത്ര എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുന്ന ഒരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ എന്ത് ശതമാനം എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ കേൾക്കുന്നതാണ്, ഇപ്പൊ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ആ പരീക്ഷയുടെ റിസൾട്ടിൽ 100% വിജയം എന്ന് പറയും. ഇപ്പൊ 100% വിജയം എന്നോട് ഉദ്ദേശിക്കുന്ന അവിടെ എന്താണ്? ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്ത എല്ലാവരും പാസ്സായി എന്നുള്ളതാണ്. അതിൽ 100 ആളുകൾ പാസ്സായി എന്നല്ല അർത്ഥം. ചിലപ്പോ ആ പരീക്ഷ എഴുതി 20 കുട്ടികളായിരിക്കും. പക്ഷെ ആ 20 കുട്ടികളും പരീക്ഷ വിജയിച്ചാൽ നമ്മൾ എന്താണ് പറയാ? 100% വിജയം എന്ന രീതിയിലാണ് എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. അപ്പൊ ആ രീതിയിൽ പറയുന്ന ആ ഒരു സമ്പ്രദായമാണ് യഥാർത്ഥത്തിൽ എന്ത് ശതമാനം എന്ന് പറയുന്നത്. 100ൽ എത്ര, 100ലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് പറയുന്നതാണ് ശതമാനം. ഓക്കെ, നമ്മൾ ശതമാനത്തിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട മോഡൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഒരു സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം കണക്കാക്കുക എങ്ങനെയാ എന്നാണ് നോക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഈ ടോപ്പിക്കിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് 240ന്റെ 30% എത്ര. ഇങ്ങനെ ഒരു സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം എത്ര എന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ 240ന്റെ 30% എത്ര എന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് 240 × 30/100. പണ്ട് മുതലേ ശതമാനം കണക്കാക്കാനുള്ള ഒരു രീതിയാണ്. പക്ഷെ നമുക്ക് ഈ രീതിയിലല്ല ചെയ്യേണ്ടത്. ഈ രീതിയിൽ ചെയ്താലുള്ള പ്രശ്നം, ഇത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റും. 240 × 30/100 എന്ന രീതിയിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ശതമാനം കണക്കാക്കാൻ കഴിയും. പക്ഷെ ഈ രീതിയിൽ ചെയ്താലുള്ള ഒരു പ്രശ്നം, നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കും, അതായത് ശതമാനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിൽ ഉത്തരം കണ്ടെത്തുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. ഓക്കെ, ഓരോ മോഡലിനും ഓരോ രീതിയാവും. പക്ഷെ അതല്ലാതെ ഒറ്റ രീതി ശതമാനമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ചോദ്യം വന്നാലും, ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഒരു മിനിറ്റ്, ഓക്കെ, അപ്പൊ തുടരാം കേട്ടോ.
ഇപ്പൊ 240-ന് 30% എത്ര? ഇപ്പൊ ശതമാനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യേണ്ടത് ഒറ്റ രീതിയിലാണ്. അപ്പൊ ആ രീതി എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക. ഈ ശതമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ്, വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് ലാഭം നഷ്ടം. ആ ലാഭം നഷ്ടത്തിലും നമുക്ക് എന്തെന്നാണ് ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ 240-ന് 30% എന്ന് പറയുമ്പോൾ ഈ 240 ആ സംഖ്യ എപ്പോഴും ഒരു സംഖ്യ എന്ന് പറയുന്നത്, അതായത് ഒരു അളവിലെ പൂർണ്ണമായ ആ സംഖ്യ. ഇവിടെ 240 ഇങ്ങനെ ആ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എത്ര ശതമാനമായിരിക്കും? 100% ഓക്കെ അല്ലെ? പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചോദിക്കട്ടെ. അതായത് ഇവിടെ 240 എന്ന് പറയുന്നത് 100%. എപ്പോഴും സംഖ്യ എത്ര ശതമാനമായിരിക്കും? 100% ഫുൾ ആയിട്ട് വരുന്ന ആ ഒരു ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 100% ഇപ്പൊ 240-ന്റെ 30% എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? 1% കിട്ടി. 100% എത്രയാണ്? 240. ആ ഒരു ഉത്തരം അവിടെ കിട്ടി. ഓക്കെ ആണല്ലോ? 100% 240. അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യനിലും നമുക്ക് ഏതെങ്കിലും ഒരു ശതമാനം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആദ്യം അത് കൊടുക്കുക, ഇതേ രീതിയിൽ തന്നെ കൊടുക്കുക. എത്ര ശതമാനമാണോ അത് ആദ്യം, അത് എത്ര എന്നുള്ളത് രണ്ടാമതായിട്ട് കൊടുക്കുക. ഇവിടെ 100% എത്രയാണ്? 240. അത് കൊടുത്തു. ഇനി നമുക്ക് കാണേണ്ടത് എന്ത് ചെയ്യാ, താഴെ കൊടുക്കുക. ഇനി എത്ര ശതമാനമാണ് കണക്കാക്കേണ്ടത്? 30% കണക്കാക്കേണ്ടത്. ഇപ്പൊ താഴെ എന്ത് കൊടുക്കുക? 30% എന്നും കൊടുക്കുക. 100% 240, കാണേണ്ടത് 30%, അത് താഴെയും കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് ചെയ്ത് കുടിക്കാം. ഓക്കെ, 100% ഇവിടെ ആരും ഇല്ല. 30% ഇൻറ്റു 240 ചെയ്യുന്നത് ശ്രദ്ധിക്കാം. 30 ഇൻറ്റു 240 ഫസ്റ്റ് കൊടുക്കാം ബൈ 100. മനസ്സിലായോ? 100-ന് ഇവിടെ കൂടെ ആരും ഇല്ല, അപ്പൊ 100 മാത്രം കൊടുത്താൽ മതി. 30 ഇൻറ്റു 240 അത് മുകളിൽ കൊടുത്തു ബൈ 100. ക്ലിയർ? ഇനി ഇത് രണ്ടും 0 0 വെട്ടാം, ഈ 0 0 വെട്ടാം. 3 ഇൻറ്റു 24 ഉത്തരം എത്രയാണ്? 3 ഇൻറ്റു 24 എത്ര കിട്ടും? 3 ഇൻറ്റു 4 12, ഒന്ന് ശിഷ്ടം. 3 ഇൻറ്റു 2 1, 72. നമ്മുടെ ഉത്തരം എത്രയാണ്? 72 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏതൊരു ചോദ്യം വന്നാലും ഈ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി പറയാം, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നും ഏതെങ്കിലും ഒരു ശതമാനത്തെ മനസ്സിലാക്കാം. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ശതമാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എത്രയാണ്? 240. ആ തന്ന സംഖ്യ, ക്വസ്റ്റ്യനിൽ തന്നൊരു സംഖ്യ ഉണ്ടാവും. ആ തന്ന സംഖ്യ എത്ര ശതമാനമാണ് എന്ന് കണക്കാക്കുക. ഇപ്പൊ 240 എന്ന് പറയുന്നത് എപ്പോഴും എന്ത്, ആ സംഖ്യ എന്ന് പറയുന്നത് 100%. ഇവിടെ 100% 240, അത് മുകളിൽ ഇങ്ങനെ തന്നെ കൊടുക്കുക. ഇനി കാണേണ്ടത് എത്ര ശതമാനമാണെന്ന് വെച്ചാൽ അത് താഴെ കൊടുക്കുക. 30% താഴെയും കൊടുത്തു. ക്ലിയർ? ഇനി ക്രോസ് ചെയ്ത് കുടിക്കുക. 30 ഇൻറ്റു 240 ഇത് മുകളിൽ കൊടുത്തു ബൈ 100. 100-ന് ഇവിടെ കുടിക്കാൻ ആരും ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ 100 മാത്രമായിട്ട് കൊടുത്തു. 0 0 വെട്ടി 3 ഇൻറ്റു 24 72 എന്ന് കിട്ടി. ഉത്തരം എത്രയാണ്? 72. ഇതാണ് ശതമാനത്തിലെ ബേസിക് ആയിട്ട് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം. ഒരു ശതമാനം കണക്കാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 240-ന്റെ 30%. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. 900-ന്റെ 45% എത്ര? സംഖ്യ 900, 900-ന്റെ 45% എത്ര? പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. തൊള്ളായിരത്തിന്റെ 45% എത്ര? $405.
405. എല്ലാവർക്കും 405 എന്ന് കിട്ടിയോ? ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ കേട്ടോ, മനസ്സിലാവാത്തതൊന്ന് നോക്കിക്കോളൂ. ഇവിടെ നമ്മളോട് ചോദിച്ച 945% എത്ര? ഇങ്ങനെ ശതമാനവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ നിന്നും ആ ചോദ്യത്തിൽ നിന്നും എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ശതമാനം മനസ്സിലാക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഒരു സംഖ്യ തന്നിട്ട് 900, അത് എത്ര ശതമാനമാണ്, ഈ ക്വസ്റ്റ്യനിൽ എത്ര ശതമാനമായിരിക്കും അത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ 900 എന്ന് പറയുന്നത് എപ്പോഴും ആ പൂർണ്ണമായ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. അപ്പൊ 100% ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 100% എത്ര? 900. ഓക്കെ. ഇനി കാണേണ്ടത് താഴെ കൊടുക്കുക. ഇവിടെ കാണേണ്ടത്, കണക്കാക്കേണ്ടത് എത്ര ശതമാനമാണ്? 45%. അത് താഴെ കൊടുത്തു. 100% 900, 45% കണക്കാക്കണം, അത് താഴെയും കൊടുത്തു. ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? ക്രോസ് ചെയ്ത് ഗുണിക്കുക. 100 45 into 900, 45 into 900 by 100. ഓക്കെ. ഇവിടെ വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ 0 0 വെട്ട, ഇപ്പൊ 3 0 വെട്ട, 45 into 9. 45 into 9 എത്ര കിട്ടും? 405. 405 കിട്ടും. ഓക്കെ. ഉത്തരം എത്ര? 405 ആണ്. എല്ലാവർക്കും 405 എന്നുള്ള ഉത്തരം കിട്ടിയോ? ഇത് ഗുണിക്കുമ്പോ ശ്രദ്ധിക്കട്ടെ, ഈ താഴെ ഉള്ളത് മുകളിലേക്ക്, ഇത് മുകളിൽ വരണം കേട്ടാ. ഇത് ഇങ്ങനെ തന്നെ ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? വരണം. ഈ കൊടുത്തത് ഇതാണ്, ഈ കൊടുത്തത് ഇത് ഇങ്ങനെ തന്നെ കൊടുക്കണം. ഇവിടെ ഗുണിക്കാൻ ഉണ്ടാവില്ല, ഒരൊറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ, അത് താഴെയും കൊടുത്തു. ഓക്കെ. നേരെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ഓക്കെ അല്ല? അപ്പൊ ചെയ്യുന്ന രീതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത രണ്ടാമത്തെ മോഡൽ. ഓക്കെ. ഈ രണ്ടാമത്തെ മോഡലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഈ രണ്ടാമത്തെ മോഡൽ മുതലാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഫസ്റ്റ് പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്, അത് അത്ര പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ചോദ്യം നേരത്തെ തന്നതിൽ നിന്നും തിരിച്ചാണ് തന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് സംഖ്യ തന്നിട്ട് അതിന് 30% എത്ര, അല്ലെങ്കിൽ 20% എത്ര, ഈ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ നേരെ തിരിച്ച ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ 30% 210, 30% 210 ആയാൽ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. സംഖ്യ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞോ, സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 100% ആയിരിക്കും. 100% സംഖ്യ. അപ്പൊ ഇവിടെ എങ്ങനെയാ തന്നിട്ടുള്ളത്? ഒരു സംഖ്യയുടെ 30% നമുക്ക് തന്നിട്ട് നമ്മളോട് എന്ത് ചോദിച്ചു? സംഖ്യ എത്രന്ന് ചോദിക്കുമ്പോൾ 100%. അപ്പൊ എങ്ങനെ കണക്കാക്കും? പിന്നെ കേൾക്കുന്നില്ല? ഓക്കെ. അപ്പൊ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ക്വസ്റ്റ്യനിൽ നിന്നും ഒരു ശതമാനം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ ക്വസ്റ്റ്യനിൽ നിന്നും ഏതെങ്കിലും ഒരു ശതമാനം മനസ്സിലാക്കുക. ഇവിടെ നിന്നും നമുക്ക് ഏത് ശതമാനം മനസ്സിലാക്കാൻ കഴിയും? ഇവിടെ നിന്നും 30% 210 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ശതമാനം എന്ത് ചെയ്യാ? ഫസ്റ്റ് കൊടുക്കുക, 30%. അപ്പൊ ഏത് കിട്ടിയാലും അത് മുകളിൽ കൊടുത്താൽ മതി. 30% 210. ഇനി താഴെ കൊടുക്കേണ്ടത് എത്രയാണ്? കാണേണ്ടതാണ് കൊടുക്കേണ്ടത്. ഇവിടെ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. സംഖ്യ ചോദിച്ചാൽ എപ്പോഴും കണക്കാക്കേണ്ടത് എത്ര ശതമാനമാണ്? സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ കണക്കാക്കേണ്ടത് എപ്പോഴും സംഖ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് 100%. അപ്പൊ കണക്കാക്കേണ്ടത് എത്രയാണ്? 100%. അപ്പൊ താഴെ എന്ത് ചെയ്യുക? 100% എന്ന് കൊടുക്കാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? സംഖ്യ കിട്ടും. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. 100 into 210 by 30. 0 0 വെട്ടാം, 3 21 വെട്ടാം, 7. 100 into 7 എത്ര? 700 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 700. അപ്പൊ സംഖ്യ തിരിച്ചു ചോദിച്ചാലും ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞത്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സംഖ്യ തന്നിട്ട് അതിന്റെ 700 into 30 by 30% കണക്കാക്കാൻ 700 into 30 by 100 എന്ന രീതിയിൽ ആ ഒരു മാർഗം ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേറെ മെത്തേഡ് പഠിച്ചു വെക്കണം. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ രണ്ടാമത്തെ മോഡൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു സംഖ്യയുടെ 15% 60 ആയാൽ സംഖ്യ ഏത്?
ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടാ. ഒരു സംഖ്യയുടെ 15% 60 ആയാൽ സംഖ്യ ഏത്? 400. 400. എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയത്? ഓക്കെ, അതെല്ലാം ഒന്ന് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ എങ്ങനെ കണക്കാക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ നിന്നും ഫസ്റ്റ് നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും ഒരു ശതമാനത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? ഒരു ശതമാനം നേരിട്ട് തന്നിട്ടുണ്ട്, 15% 60 എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് മുകളിൽ കൊടുക്കുക, 15% 60 തന്നത്. ക്വസ്റ്റ്യനിൽ നിന്നും കിട്ടിയ ശതമാനം ഫസ്റ്റ് കൊടുക്കുക, 15% 60 ആണ്. ഇനി ഏത് ശതമാനം നമ്മൾ ഇവിടെ കണക്കാക്കാം? സംഖ്യ ഏതെന്ന് ചോദിച്ചോട് 100%. ഓക്കെ, എങ്കിൽ സംഖ്യ ഏതെന്ന് ചോദിച്ചത് കൊണ്ട് നമ്മൾ താഴെ എന്ത് ചെയ്തു? സംഖ്യ ഏതെന്ന് പറയുമ്പോൾ സംഖ്യ എന്ന് പറയുന്നത് 100%. അപ്പൊ 100% കണക്കാക്കണം. അതുകൊണ്ട് താഴെ 100% എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്താൽ മതി? ക്ലോസ് ചെയ്ത് കൊടുക്കുക. 100 × 60/15. 15ഉം 60ഉം വെട്ടാം. 4. 100 × 4 400. നമ്മുടെ ഉത്തരം എത്രയാണ്? 400 എന്ന് കിട്ടും. ഒരു സംഖ്യയുടെ 15% 60 ആയാൽ സംഖ്യ എത്ര ആയിരിക്കും? 400 ആയിരിക്കും. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും പറഞ്ഞതിൽ സംശയമുണ്ടോ? അപ്പൊ ഈ ഒരു രീതിയിൽ ചെയ്തൂടെ? ഈ രീതിയിൽ ചെയ്യാൻ മനസ്സിലാക്കാന്നേ ഉള്ളൂ. ശതമാനത്തിലും അതേപോലെ തന്നെ ലാഭം നഷ്ടം, ഈ രണ്ട് ടോപ്പിക്കിലും നമുക്ക് ഏത് മോഡൽ ചോദിച്ചാലും ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാൻ സാധിക്കും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഒരു സംഖ്യയുടെ 18% 72 ആയാൽ സംഖ്യ എത്ര എന്നല്ല. നേരത്തെ ചോദിച്ചത് സംഖ്യയായിരുന്നു. അപ്പൊ നമ്മൾ 100% കണക്കാക്കി. അതിന് പകരം 18% 72 ആണെങ്കിൽ സംഖ്യയുടെ 80% എത്ര? ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യട്ടോ. സംഖ്യയുടെ 18% 72 ആയാൽ സംഖ്യയുടെ 80% എത്ര? ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.
ഉത്തരം കിട്ടിയോ? അല്ലേ സാർ? ഓക്കെ, ചെയ്ത് വെക്കാം. ഒരു സംഖ്യയുടെ 18% 72 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു ശതമാനം കിട്ടി. ക്വസ്റ്റ്യനിൽ നമ്മൾ 18% കണ്ടെത്തി. എത്രയാണ്? 18% 72. ഓക്കെ അല്ലേ? ഇനി താഴെ കൊടുക്കേണ്ടത് 100% ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സംഖ്യ കണ്ടെത്തിയിട്ട് പിന്നെ 80% കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏത് ശതമാനം വേണമെങ്കിലും അത് താഴെ കൊടുത്താൽ കിട്ടും. 18% 72 എന്ന് നമുക്കറിയാം. ഇനി വേണ്ടത് എത്രയാണ്? സംഖ്യയുടെ 80% വേണ്ടത്. അപ്പൊ നമ്മൾ താഴെ എന്ത് കൊടുത്താൽ മതി? 80% എന്ന് തന്നെ കൊടുത്താൽ മതി. 100% കണക്കാക്കണ്ട. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ആദ്യം 100% കണക്കാക്കിയിട്ട് സംഖ്യ കണ്ടെത്തും. പിന്നെ വീണ്ടും എന്ത് ചെയ്യും? ആ സംഖ്യയുടെ 80% കണ്ടെത്തും. അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതെന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ സമയം കളയും. അപ്പൊ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് ഏതാണോ വേണ്ടത് അത് താഴെ കൊടുത്താൽ മതി. ഓക്കെ, ചോദിച്ചതുകൊണ്ട് താഴെ 80 എന്ന് കൊടുത്തു. ഇത് ക്രോസ് ചെയ്ത് കുടിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് ചെയ്ത് കുടിക്കാം. 80 × 72/18. 72ഉം 18ഉം തമ്മിൽ എന്ത് ചെയ്യാം? വെട്ടാം. 72ഉം 18 വെട്ടിയാല് 18 18 36 36 36 72, അതായത് 4. ഇനി 4 × 80. 4 × 80 എന്ന് പറയുമ്പോൾ 4 × 8 32 0 കൊടുത്താൽ 320. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിൽ ചെയ്യുക. ചിലർക്ക് ചിലപ്പോൾ കയ്യിലെ വെട്ടാനൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പൊ എന്താ 80 × 72 ചെയ്തിട്ട് 18 അടിക്കാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ ആയാലും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇവിടെ ചെയ്ത് കഴിയും. ക്ലിയർ ആണല്ലോ? അവസാനം നമുക്ക് എത്ര കിട്ടും? 320 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്രയാ? 320. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ മോഡല് കുറച്ച് പ്രാധാന്യമുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം എഴുതിക്കോളൂ. മൂന്നാമത്തെ മോഡൽ ഇട്ട് അടുത്ത മോഡലിലേക്ക് കിടക്കുകയാണ്. ശതമാനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത മോഡൽ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ, ചോദ്യത്തിൽ ചെറിയ മാറ്റമുണ്ട്. ഇവിടൊക്കെ ചോദ്യമാണ് മാറുന്നത്. ചോദ്യം മാറുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മുകളിൽ കൊടുക്കുന്ന ശതമാനം എങ്ങനെ കണ്ടെത്തണം എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റവും ഇല്ല. ഈ ക്രോസ് ചെയ്ത് ഗുണിക്കുന്നതിൽ നമുക്ക് എന്തില്ല? ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാ? നമ്മള് മനസ്സിലാക്കട്ടെ. എന്നാലും അടുത്ത ചോദ്യം എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 87% 72% തമ്മിലുള്ള വ്യത്യാസം. ഇന്നൊരു ശതമാനം എന്നല്ല പറഞ്ഞത്. 87% 72% തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻറ്റ് 60 ആയാൽ സംഖ്യ എത്ര? ക്ലിയർ ആണല്ലോ? എന്താ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാലേ, അതായത് 87%, ശ്രദ്ധിക്കട്ട, 87% 72% തമ്മിലുള്ള വ്യത്യാസം, അതായത് കുറച്ചത്. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. 87ഉം 72% തമ്മിലുള്ള വ്യത്യാസം, അതായത് വ്യത്യാസം എന്ന് പറയുന്ന പദം കൊണ്ട് എന്താണ്? കുറക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് സംഖ്യകളുടെ വ്യത്യാസം എത്ര എന്ന് ചോദിക്കുമ്പോൾ ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചതാണ് ഉദ്ദേശിക്കുന്നത്. 20ഉം 10ഉം 20ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം, 20ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എത്ര എന്ന് പറയാ? 5. അതായത് 20ൽ നിന്ന് 15 കുറച്ചത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. 87%, 72% തമ്മിലുള്ള വ്യത്യാസം 60 എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ 87%, 72% തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അത്രയും ആണ് ഏത്? 60.
ഓക്കെ, 87% 72% തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ അത്രയുമാണ് ഇത് 60 എന്ന് പറയുന്നത്. എത്ര വരും? 87 നിന്നും 72 കുറച്ചാൽ 5%. ആ 5% ഏത്? 60. ഇത്രേ ഉള്ളൂ. അതായത് ആ ചോദ്യത്തിൽ നിന്നും ഒരു ശതമാനം മനസ്സിലാക്കുക എന്നേ ഉള്ളൂ. 5% നമ്മൾ മനസ്സിലാക്കിയ എത്രയാണ്? 60 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 5% 60 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ 60 എന്ന് കിട്ടിയത് മനസ്സിലായോ? അതായത് വ്യത്യാസം എന്ന് പറഞ്ഞത് കൊണ്ട് ആ വ്യത്യാസം നമ്മൾ കണക്കാക്കി 5%, അതാണ് 60. സംഖ്യ എത്ര എന്നാണ് ചോദ്യം. സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യ ചോദിച്ചാൽ എത്ര എന്താണ് കാണേണ്ടത്? സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100%. കണക്കാക്കേണ്ടത് 100%. ക്രോസ് ചെയ്ത് ഗുണിക്കുന്നു. 100 × 60/5 എന്ന് കിട്ടും. ഓക്കെ, 60 5 വെട്ടാം 12. 100 × 12 മിനിറ്റ്, ഇവിടെ മിസ്റ്റേക്ക് വെച്ചല്ലോ സാറ്. 87 72 മൈനസ് ചെയ്യണം, അന്നേരം 15 കിട്ടുക. 5 അല്ല കേട്ടോ, 15 ആട്ടോ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അതായത് 15% കേട്ടോ. 87 72 കുറച്ചപ്പോ 5 എന്നാണ് പറഞ്ഞത്. 5 അല്ല, 15% കേട്ടോ. ഓക്കെ അല്ലേ? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഓക്കെ, 15% ഏത്? ഞാൻ 7 2 മാത്രമേ കുറച്ചിട്ടുള്ളൂ, 8 7 കുറച്ചിട്ടില്ല. അതായത് 15%. 15%, അതായത് 87 72 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 87 72 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 15%. ആ 15% ഏത്? 60. ഇനി കാണേണ്ടത് എത്രയാണ്? സംഖ്യ എത്ര എന്നാണ് ചോദ്യം. സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും 100%. കണക്കാക്കേണ്ടത് 100%. ഇനി ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. 100 × 60/15. 15ഉം 60ഉം വെട്ടിയാൽ 4. 100 × 4 400. അതായത് ആ സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്? 400 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? അപ്പൊ ഈ രീതിയിൽ ചോദിച്ചാൽ, വ്യത്യാസം എന്ന രീതിയിൽ ക്വസ്റ്റ്യനിൽ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരത്തെ പറഞ്ഞ രീതിയിൽ കണക്കാക്കാൻ സാധിക്കും. ഓക്കെ, എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 99% 91% തമ്മിലുള്ള വ്യത്യാസം 720 ആയാൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 99% 91% തമ്മിലുള്ള വ്യത്യാസം 720 ആയാൽ സംഖ്യ എത്ര? പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. ഉത്തരം കിട്ടിയോ? ഇവിടെ ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ശതമാനം മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു സംഖ്യയുടെ 99% 91% തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറഞ്ഞത്. അതായത് 99% നിന്നും 91% കുറച്ചത് എത്രയാണോ കിട്ടുന്നത് അത്രയുമാണ് ഏത്? 720.
അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ 99% നിന്ന് 91% കുറച്ചാൽ എന്ത് കിട്ടും? 8% എന്ന് കിട്ടും. ആ 8% ഏത്? 720. ക്ലിയർ? ഇനി നമ്മളോട് ചോദ്യം എന്താണ്? ചിലപ്പോൾ ഏതെങ്കിലും മറ്റൊരു ശതമാനം ആവാം, അല്ലെങ്കിൽ സംഖ്യ ആവാം. അത് ഏത് ചോദിച്ചാലും അതിന്റെ അനുസരിച്ച് ഇവിടെ താഴെ കൊടുത്താൽ മതി. ഇവിടെ സംഖ്യ എത്ര എന്നാണ് ചോദ്യം, അതുകൊണ്ട് താഴെ എന്ത് കൊടുക്കുക? 100% എന്ന് കൊടുക്കുക. ഇനി ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ ഉത്തരം കിട്ടും. 100 × 720/8. ഓക്കെ, 8 72 വിട്ടാൽ 9, 0 കൊടുക്കുക 90. 100 × 90 എത്ര കിട്ടും? 1, 2, 3, 0, 9000 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമ്മുടെ ഉത്തരം എത്രയാണ്? 8000. ആർക്കെങ്കിലും സംശയമുണ്ടോ? ചെയ്തതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം എത്തിക്കോളൂ. ഒരു സംഖ്യയുടെ, അടുത്ത ചോദ്യമാണ്, ഒരു സംഖ്യയുടെ 94% 81% തമ്മിലുള്ള വ്യത്യാസം 390 ആയാൽ ആ സംഖ്യയുടെ 80% എത്ര? സംഖ്യയല്ല ചോദ്യം, ആ സംഖ്യയുടെ 80% എത്ര? പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. രണ്ടായിരത്തി 400 സർ. 2400. ഓക്കെ, എങ്ങനെ ചെയ്യും? 94%വും 81% തമ്മിലുള്ള വ്യത്യാസം 390 എന്നാണ് പറഞ്ഞത്. അതായത് 94% നിന്നും 81% കുറച്ചതാണ് ഏത്? 390. അപ്പൊ അത് എത്ര ശതമാനമായിരിക്കും? 94 നിന്നും 81 കുറച്ചാല് 13%. ഈ 13%മാണ് 390. ഓക്കെ, ക്വസ്റ്റ്യനിൽ നിന്നും 1% നമ്മൾ കണക്കാക്കി. ഇതാണ് ഇവിടെ നമുക്ക് ആകെയുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ആ ചോദ്യത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ശതമാനം നമുക്ക് കിട്ടണം. അത് കിട്ടിയാൽ പിന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം 13% എന്നുള്ളത് എത്രയാണ്? 390. ഇനി നമ്മളോട് ചോദ്യം എന്താണ്? ആ സംഖ്യയുടെ 80% എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ താഴെ എന്ത് കൊടുക്കുക? 80%. കാണേണ്ട, ഇവിടെ 100% കൊടുക്കരുത് കേട്ടാ. കൊടുത്തിട്ട് പിന്നെ വീണ്ടും പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് കിട്ടി? കാണേണ്ടത് എത്രയാണോ അത് താഴെ കൊടുത്താൽ മതി. അപ്പൊ 80% കൊടുത്തോ. ഇനി ക്രോസ് ചെയ്ത് കുടിക്കാം. 80 × 390/13. 13ഉം 39ഉം വെട്ടാം 3, 0 കൊടുത്താൽ 30. 390ന്റെ 13 കൊണ്ട് വെട്ടിയാൽ 30. 80 × 30, 8 × 3, 24. 2 0 കൂടി ചേർത്ത് കൊടുത്താൽ 2400 എന്ന് കിട്ടും. ആ സംഖ്യയുടെ 80% എത്ര ആയിരിക്കും? 2400 ആയിരിക്കും. ക്ലിയർ ആണോ? പറഞ്ഞത്, ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമാണോ? ഓക്കെ, ഇനി അടുത്ത മോഡൽ, 4ാമത്തെ മോഡലിലേക്ക് കടക്കുകയാണ് കേട്ടോ.
ഓക്കെ, അടുത്ത മോഡലാണ്. ഇപ്പൊ നമ്മൾ വ്യത്യാസം എന്നാണ് പറഞ്ഞത്. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഇത് ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ശ്രദ്ധിക്കട്ടോ. ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരു സംഖ്യ, ആ സംഖ്യയുടെ 70% എന്ത് കൂട്ടി? 270 കൂട്ടി. അതായത് 70% കൂടെ 270 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. അതായത് ഏതാണോ സംഖ്യ അത് ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര? ഓക്കെ അല്ലെ? ചോദ്യം വളരെ സിമ്പിൾ ആണ്. ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതായത് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് നോക്കൂ. ഒരു സംഖ്യ, ഏതോ സംഖ്യ, അതിന്റെ 70%. ഓക്കെ അല്ലെ? അതിനോട് കൂടി എത്രയാണ് കൂട്ടുന്നത്? 270. 70% കൂടെ 270 പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? അതേ സംഖ്യ ലഭിക്കും. അതേ സംഖ്യ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 100%. ഓക്കെ, ഈ ഒരു വിവരം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്നും ഒരു ശതമാനം കിട്ടും. 70%-ഓടൊപ്പം 270 പ്ലസ് ചെയ്യുമ്പോൾ 100% എത്തും. അപ്പൊ ഇവിടെ ചിന്തിച്ചാൽ മതി, 70%-ഓടൊപ്പം എത്ര ശതമാനം കൂട്ടുമ്പോഴാണ് 100% എത്തുന്നത്? ആ ശതമാനത്തിന് തുല്യമാണ് ഏത്? 270. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. അതായത് ഈ 70%-നോട് കൂടെ 270 അല്ലേ കൂട്ടിയത്? എന്നിട്ട് 100%-ലേക്ക് അല്ലേ എത്തിയത്? അങ്ങനെയാണെങ്കിൽ ഈ 270 സ്ഥാനത്ത് എത്ര ശതമാനം വരും എന്നുള്ളത് ചിന്തിച്ചാൽ മതി. എത്രയായിരിക്കും? 70%-ഓട് കൂടി എത്ര ശതമാനം കൂട്ടുമ്പോഴാണ് 100% എത്തുന്നത്? 70% പ്ലസ് 30% ആകുമ്പോഴാണ് എവിടെ എത്തുന്നത്? 100%-ലേക്ക് എത്തുന്നത്. അതായത് 30%-ന് തുല്യമാണ് ആര്? 270. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ശതമാനം കണക്കാക്കാൻ സാധിച്ചോ? 30% എന്ന് പറയുന്നത് 270. ഇതെങ്ങനെ കിട്ടി? ഈ പറഞ്ഞ പോയിന്റ് നിന്നാണ് നമ്മൾ അത് കണ്ടെത്തുന്നത്. അത് ചിന്തിച്ചാൽ തന്നെ കിട്ടും. 70%-ഓട് കൂടെ 270 കൂട്ടുമ്പോൾ അതേ സംഖ്യ ലഭിക്കുന്നു. അതായത് 100%-ലേക്ക് എത്തുന്നു. ഇപ്പൊ 70%-ൽ നിന്നും 100%-ലേക്ക് എത്താൻ എത്ര വേണം എന്നുള്ളത് ചിന്തിച്ചാൽ മതി. എത്ര ശതമാനം വേണം? ഓക്കെ, എത്രയാണ് വേണ്ടത്? 30% വേണ്ടത്. അപ്പൊ 30% എന്ന് പറയുന്നത് 270. ക്ലിയർ? ഓക്കെ അല്ലെ? ഇനി നമ്മളോട് എന്താ ചോദിക്കുന്നത്? എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് എപ്പോഴും എത്ര ശതമാനമാണ്? ഏതൊരു ചോദ്യമാണെങ്കിലും സംഖ്യ എന്ന് പറയുന്നത് 100%. അപ്പൊ താഴെ എന്ത് കൊടുത്തു? 100%. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 100 ഇൻറ്റു 270/30. 0 0 വെട്ടി 3 27 വെട്ടി 9. 100 ഇൻറ്റു 9 900 എന്ന് കിട്ടും. അതായത് സംഖ്യ എത്രയാണ്? 900. ചെയ്തതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഇവിടെ നിന്നും ആ 30% വന്ന് മനസ്സിലായില്ലേ? 70%-ത്തിൽ പ്ലസ് 270 കൂട്ടുമ്പോൾ 100%. അതായത് 30% അവിടെ ആ 270 ആയിട്ട് കൂട്ടിയത്. അപ്പൊ 30% തുല്യം 270 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? കാണേണ്ടത് എത്ര ശതമാനമാണോ അത് താഴെ കൊടുത്തു ക്രോസ് ചെയ്ത് കുടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. എങ്കിൽ അടുത്തൊരു ചോദ്യം എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 75%-ഓട് 25 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. ഒരു സംഖ്യയുടെ 75%-ഓട് 25 കൂട്ടിയാൽ 25 അല്ല കേട്ടോ. 25 എന്നുള്ള രീതി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 200 കൂട്ടിയാലാട്ടോ, 25 അല്ല. ഒരു സംഖ്യയുടെ 75%-ഓട് 200 കേട്ടോ. ഓക്കെ, ഒരു സംഖ്യയുടെ 75%-ഓട് 200 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര? ചോദ്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു സംഖ്യയുടെ 75%-ഓട് കൂടെ 200 കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? അതേ സംഖ്യ ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര?
800. 800 എന്ന് കിട്ടും. ഓക്കെ, ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു സംഖ്യയുടെ 75% കൂടെ 75% കൂടെ എന്തോ കൂട്ടി 200 കൂട്ടിയപ്പോൾ എവിടെ എത്തി? സംഖ്യ, അതേ സംഖ്യ ലഭിക്കും. അതായത് 100% എത്തി. അപ്പൊ ഈ 75%ഓടൊപ്പം എത്ര കൂട്ടുമ്പോഴാണ് ഈ പറഞ്ഞ 100% കിട്ടുന്നത് നോക്കുക. അത്രയുമാണ് 200. അതായത് 25%. ആ 25%-ന് തുല്യമാണ് ഏത്? 200 എന്ന് പറയുന്നത്. അപ്പൊ അത് കൊടുക്കാം. 25% എന്ന് പറയുന്നത് 200 നമുക്ക് കിട്ടി. നമുക്ക് കാണേണ്ടത് എത്രയാണ് എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അതുകൊണ്ട് താഴെ എന്ത് ചെയ്യുക? സംഖ്യ എപ്പോഴും 100%. താഴെ 100% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടി. 100 × 200/25. 100 25 പറ്റിയാൽ 4. 4 × 200 800 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 800. ഓക്കെ അല്ലേ? ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം. ഒക്കെ ഇനി ഈ രീതിയിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കാം. ഒരു സംഖ്യയുടെ 12%-ഓട് 81 കൂട്ടിയാൽ നേരത്തെ എന്തായിരുന്നു ലഭിച്ചിരുന്നത്? അതേ സംഖ്യയായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഒരു സംഖ്യയുടെ 12%-ഓട് 81 കൂട്ടിയാൽ ആ സംഖ്യയുടെ 21% ലഭിക്കും. എന്താ ലഭിക്കുന്നത്? ആ സംഖ്യയുടെ 21% ലഭിക്കുന്നത്. എങ്കിൽ സംഖ്യ എത്ര? ഓക്കെ, നേരത്തെ പറഞ്ഞ പോലത്തെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 12%-ഓട് 81 കൂട്ടിയാൽ ആ സംഖ്യയുടെ 21% ലഭിക്കും. എങ്കിൽ സംഖ്യ എത്ര? ഓക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു സംഖ്യയുടെ 12%-ഓട് എവിടെ എത്തുന്നത്? 12%-ഓട് കൂടെ 81 കൂട്ടുമ്പോൾ എവിടെ എത്തും? സംഖ്യയിലേക്കല്ല. നേരത്തെ സംഖ്യയിലേക്ക് എത്തിയിരുന്നത്. അതുകൊണ്ട് ഇവിടെ 100% എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 12%-ഓട് 81 കൂട്ടിയാൽ ആ സംഖ്യയുടെ എവിടെ എത്തുന്നുള്ളൂ? 21%-ലേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഈ 81-ന്റെ സ്ഥാനത്ത്, അതായത് 81 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് എന്നുള്ളത് കണക്കാക്കണം. 12%-ഓട് കൂടെ ഏത് കൂട്ടുമ്പോഴാണ് 21-ലേക്ക് എത്തുന്നത്? അത്രയും ശതമാനമാണ് 81. അതായത് 12%-ഓട് കൂടെ 9% പ്ലസ് ചെയ്താലാണ് എവിടെ എത്തുന്നത്? 21-ലേക്ക് എത്തുന്നത്. അപ്പൊ ഈ 81 എന്ന് പറയുന്നത് എത്ര ശതമാനത്തിന് തുല്യമാണ്? 9% തുല്യമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ 9% നമുക്ക് കിട്ടി. 81. ഇനി നമ്മൾ കണക്കാക്കേണ്ടത് എന്താണ്?
എങ്കിൽ സംഖ്യ എത്ര? നമ്മോട് ചോദിച്ചത് എന്താണ്? സംഖ്യ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? താഴെ 100%, സംഖ്യ ചോദിച്ചാൽ താഴെ 100% കൊടുക്കാം. ഇവിടെ 100% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് കുടിച്ചാൽ ഉത്തരം കിട്ടും. 100 ഇൻറ്റു 81/9. 9ഉം 81ഉം വെട്ടാം. 9. 100 ഇൻറ്റു 9 900 എന്ന് കിട്ടും. ഉത്തരം എത്രയാണ്? 900 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ തന്നെ ചെറിയൊരു മാറ്റമുള്ളൂ. നേരത്തെ ആ സംഖ്യയിലേക്കായിരുന്നു എത്തിയിരുന്നത്, ഇവിടെ മറ്റൊരു ശതമാനത്തിലേക്കാണ് എത്തിയത്. അത്രേ ഉള്ളൂ കേട്ടോ മാറ്റം. ഓക്കെ അല്ലേ? എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 92%, ഒരു സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ ആ സംഖ്യയുടെ 97% ലഭിക്കും. സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ ആ സംഖ്യയുടെ 97% ലഭിക്കും. എങ്കിൽ സംഖ്യ ഏത്? എങ്കിൽ സംഖ്യ ഏത്? ആയിരത്തി ഇരുന്നൂറ്. 1200. അങ്ങനെ ചെയ്യും. ഒരു സംഖ്യയുടെ 92% 60 കൂട്ടിയാൽ ആ സംഖ്യയുടെ 97% ലഭിക്കും. അതിൽ നിന്നും ഈ 60 എത്ര ശതമാനമാണ് എന്ന് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കും? ഒന്നുമില്ല, ഇത് ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാത്ത ചിന്തിച്ചാൽ തന്നെ കിട്ടും. 92% പ്ലസ് 60 ചെയ്യുമ്പോൾ എവിടെ എത്തുന്നുണ്ട്? 97%-ത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ 92-ൽ നിന്നും 97-ലേക്ക് എത്താൻ എത്രയാണോ വേണ്ടത് അത്രയും ശതമാനമാണ് 60. എത്ര വേണം? 92-ൽ നിന്നും 97-ലേക്ക് എത്താൻ 5%. അപ്പൊ 5%-മാണ് ഏത്? 60 എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി എന്താ ചോദ്യം? എങ്കിൽ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. സംഖ്യ എന്ന് പറയുന്നത് പോയി എത്ര ശതമാനമാണ്? ഏതൊരു ക്വസ്റ്റ്യനിൽ സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ ആ സംഖ്യ എന്ന് പറയുന്നത് 100%. താഴെ എന്ത് ചെയ്തു? 100% എന്ന് കൊടുത്തു. ഇനി ക്രോസ് ചെയ്ത് കുടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. 100 ഇൻറ്റു 60/5. ഓക്കെ അല്ലെ? 5ഉം 60ഉം വെട്ടാം. 12. 100 ഇൻറ്റു 12 എത്ര? 1200. ഉത്തരം എത്രയാണ്? 1200 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? 1200 തന്നെയല്ല കിട്ടിയത്? കിട്ടാത്തവരുണ്ടെങ്കിൽ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം കേട്ടോ, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത്. എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഒരു സംഖ്യയുടെ 97%-ഓട് 27 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുന്നു. വീണ്ടും അതേ സംഖ്യ ലഭിക്കുന്നു. എങ്കിൽ സംഖ്യയുടെ 25% എത്ര? നേരത്തെ ചോദിച്ച സംഖ്യ എത്രയായിരുന്നു എന്നാണ്. എന്നാൽ ഇവിടെ ചെറിയൊരു മാറ്റം. എങ്കിൽ സംഖ്യയുടെ 25% എത്ര? ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.
ഉത്തരം കിട്ടിയോ? ഇരുന്നൂറ്റി 25. എങ്ങനെ കണക്കാക്കും? ഒരു സംഖ്യയുടെ 97% കൂടെ 27 പ്ലസ് ചെയ്യുമ്പോൾ എവിടെ എത്തും എന്നാണ് പറഞ്ഞത്? അതേ സംഖ്യ ലഭിക്കും. അതായത് വീണ്ടും 100% ലഭിക്കും. അപ്പൊ 97% നിന്നും 100%ലേക്ക് എത്താൻ എത്രയാണോ വേണ്ടത് അത്രയും ശതമാനമാണ് ഏത്? 27 എന്ന് പറയുന്നത്. ഓക്കെ അല്ല? അപ്പൊ നമുക്ക് എത്ര കിട്ടി? അത് എത്രയാണ്? 97ലേക്ക് 100%ലേക്ക് എത്താൻ 3%. ആ 3%മാണ് ഏത്? 27. അതിൽ മാറ്റമൊന്നുമില്ല. 3% 27 എന്ന് കിട്ടി. ഇനി എങ്കിൽ സംഖ്യയുടെ 25% എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, 25% ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കാണണം? 25% കാണണം. നേരത്തെ ഇവിടെ 100% എന്ന് കൊടുത്തിരുന്നു. കാരണം എന്തായിരുന്നു? ഇവിടെ ചോദ്യത്തിൽ സംഖ്യ എത്ര എന്നായിരുന്നു ചോദ്യം. എന്നാൽ ഇവിടെ സംഖ്യ വേണ്ട, ആ സംഖ്യയുടെ 25% മതി. അപ്പൊ ഇവിടെ നമ്മളും എന്ത് കൊടുത്താൽ മതി? 25% എന്ന് കൊടുത്താൽ മതി. സംഖ്യ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ 3% 27, 25% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാൻ സാധിക്കും. ഓക്കെ, എങ്ങനെ കാണാം? ക്ലോസ് ചെയ്ത് കുടിക്കാം. 25 ഇൻറ്റു 27/3. ഓക്കെ അല്ല? 25 ഇൻറ്റു 27/3. 3ഉം 27ഉം വെട്ടിയിട്ടുണ്ടെങ്കിൽ 9. 9 ഇൻറ്റു 25 225 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എത്രയാണ്? 225. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്നാൽ ഒരു ചോദ്യം കൂടെ, ഏറ്റവും അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടി നമ്മൾ ചെയ്തിട്ട് അവസാനിപ്പിക്കട്ടെ. ഒരു സംഖ്യയുടെ 99% 91% തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ ചെയ്തതല്ലേ? ക്വസ്റ്റ്യൻ ചെയ്തതാണ് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇതാണ് ചോദ്യം. കേട്ടോ, ചോദ്യം. ഒരു സംഖ്യയുടെ 17%-ഓട് 24 കൂട്ടിയാൽ, ശ്രദ്ധിക്കട്ടോ, ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സംഖ്യയുടെ 17%-ഓട് 24 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 25% ലഭിക്കുന്നു. ഓക്കെ അല്ലേ? എങ്കിൽ സംഖ്യയുടെ 90% എത്ര? എങ്കിൽ സംഖ്യയുടെ 90% എത്ര? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഒരു സംഖ്യയുടെ 17%-ഓട് 24 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 25% ലഭിക്കുന്നു. എങ്കിൽ സംഖ്യയുടെ 90% എത്ര? ഇരുന്നൂറ്റി 70. ഇരുന്നൂറ്റി 70. എല്ലാവർക്കും 270 എന്നുള്ള ഉത്തരമാണോ കിട്ടിയത്? ചെന്ന രീതിയിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു സംഖ്യയുടെ 17%-ഓട് 24 കൂട്ടിയാൽ അതേ സംഖ്യയുടെ 25% ലഭിക്കും. എങ്കിൽ സംഖ്യയുടെ 90% എത്ര എന്നാണ് ചോദ്യം. 17% പ്ലസ് 24 എവിടെ എത്തും? 25%ത്തിലേക്ക് എത്തും. അപ്പൊ 24 എന്ന് പറയുന്നത് എത്ര ശതമാനത്തിന് തുല്യമാണ് എന്നുള്ളത് നോക്കാം. അത് 17%-ത്തിൽ നിന്നും 25ലേക്ക് എത്താനുള്ള ദൂരം, അതായത് എത്ര വരും? 8% എന്ന് വരും. 8% ഇവിടെ 24 എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചത് എന്താണ്? 8% നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ശതമാനം ചോദിച്ചിട്ടുണ്ടാവും, അത് താഴെ കൊടുത്താൽ മതി. ഇവിടെ എന്താ ചോദ്യം? 90% എത്ര? അപ്പൊ താഴെ എന്ത് കൊടുത്താൽ മതി? 90 എന്ന് കൊടുത്താൽ മതി. 90% കണക്കാക്കാം. ഇനി ക്രോസ് ചെയ്ത് ഗുണിക്കാം. 90 ഇൻറ്റു 24/8. 8ഉം 24ഉം വെട്ടിയാൽ 3. 3 ഇൻറ്റു 90, അതിന് 3 ഇൻറ്റു 9 27. 0 കൊടുത്താൽ 270 എന്ന് കിട്ടും.
ഉത്തരം എത്രയാണ്? 270 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ശതമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേസിക് ആയിട്ടുള്ള മോഡലുകൾ. പിന്നെ ലാഭവും നഷ്ടവും ഇതന്നെയാണ്. ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്കാണ് ലാഭവും നഷ്ടവും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് ആയിട്ട് ശതമാനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ മതി. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ട്ടോ.